ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മാനസിക ആരോഗ്യത്തിന് ആവശ്യമായ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള പോസിറ്റീവ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന സംഘടനയാണ് IAGC. മാനസികാരോഗ്യം മുൻനിർത്തി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന IAGC സംഘടനയുടെ ഓവർസീസിന്റെ ഭാഗമായി ആനുവൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ഓവർസീസ് പാട്രൺ പ്രൊഫസർ ഹംസയുടെയും ഓവർസീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നാസിയ കുന്നുമ്മലിന്റെയും ചെയർമാൻ ഡോക്ടർ റിയാസ് എന്നിവരുടെയും നേതൃത്വത്തിൽ IAGC ഓവർസീസ് കൗൺസിലിന്റെ ഭാഗത്തു നിന്നും 2024 ഒരുപാട് കാര്യങ്ങൾ ഓവർസീസ് കൗൺസിലിംഗ് ചെയ്യാനായിട്ട് സാധിച്ചു. ഓവർസീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നാസിയ കുന്നുമ്മലിന്റെ ആശയത്തിൽ നിന്നും IAGCയുടെ വിഷൻ പ്രൊമോട്ട് ചെയ്യാൻ വിവിധ ഫാക്കൽറ്റീസിനെ ഉൾപ്പെടുത്തി എല്ലാ മാസവും വെബിനാറുകൾ വിജയകരമായി സംഘടിപ്പിച്ചു. ഓവർസീസ് ചാനലുകളിൽ ഫ്ലയറുകളും റെക്കോർഡ് ചെയ്ത സെഷനുകളും ലഭ്യമാണ്. IAGC പോഡ്കാസ്റ്റ് IAGCയുടെ ദൗത്യവും മൂല്യങ്ങളും പ്രൊമോട്ട് ചെയ്തുകൊണ്ട് IAGC പോഡ്കാസ്റ്റ് സമാരംഭിച്ചു. എല്ലാ തിങ്കളാഴ്ചകളിലും പുതിയ എപ്പിസോഡുകൾ പുറത്തിറക്കുന്നുണ്ട്. ജൂനിയർ സ്ക്വാഡ് പ്രോഗ്രാം അവതരിപ്പിച്ചു. ഒരു ടേം വിജയകരമായി പൂർത്തിയാക്കി ജൂനിയർ സ്ക്വാഡ് അംഗങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. റഫറൻസിനായി ഫ്ലയേഴ്സ് ലഭ്യമാണ്. GCC മേഖലയിൽ IAGCയുടെ ദൃശ്യവര്യത വർദ്ധിപ്പിക്കുന്നതിനായി ആനുകാലിക പത്ര റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് നിലനിർത്താനായിട്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഫ്ലയറുകൾ സൃഷ്ടിക്കുകയും അതുപോലെ പബ്ലിക് ആക്സസിബിലിറ്റിക്ക് വേണ്ടി ഇൻസ്റ്റഗ്രാം പ്രൊഫൈലും വാട്സപ്പ് ചാനലുകളും എസ്റ്റാബ്ലിഷ് ചെയ്തു. IAGC കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും മെമ്പേഴ്സിനെ എൻകറേജ് ചെയ്തു. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പതിവായി മീറ്റിങ്ങുകൾ നടത്തുകയും അംഗങ്ങൾക്കിടയിൽ ചർച്ചകളും ആശയം പങ്കിടലുകളും പ്രോത്സാഹിപ്പിച്ചു. നിർഭാഗ്യവശാൽ 2 IAGC ഓവർസീസ് അംഗങ്ങൾക്ക് സൈബർ ആക്രമണങ്ങളും സുരക്ഷാ പ്രശ്നങ്ങളും നേരിട്ടു. അംഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് നിയമപരമായ നടപടികളിലൂടെ ഈ സംഭവങ്ങളെ ഉടനടി അഭിസംബോധന ചെയ്തു. ഫ്രാൻസ്, സ്വീഡൻ, കൊറിയ, മലേഷ്യ, കാനഡ, USA, UK തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അംഗീകൃത അംഗങ്ങൾ IAGC GCCയെ IAGC ഓവർസീസ് കൗൺസിൽ ആക്കി മാറ്റി. Thank you, Ms. Fatima Raihana, our IAGC Overseas Events Manager. 2025 IAGC Overseas പുതിയ പദ്ധതികളുടെ ഒരു രൂപരേഖ തരാനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. സൗദി സൈക്കോളജിക്കൽ അസോസിയേഷനുമായിട്ടുള്ള സഹകരണം, അതാണ് ആദ്യത്തെ നമ്മുടെ ഹൈലൈറ്റ്. 2025 നമ്മുടെ ഏറ്റവും വലിയൊരു പ്രധാന മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം IAGC ഓവർസീസ് 2025 സൗദി സൈക്കോളജിക്കൽ അസോസിയേഷനുമായിട്ട് സഹകരണത്തിനുള്ള ശ്രമം തുടങ്ങുകയും ആദ്യ യോഗം റിയാദിലെ കിങ് സൗദ് യൂണിവേഴ്സിറ്റിയിൽ ഇന്നലെ നടക്കുകയും ചെയ്തു. ഇനി സെക്കൻഡായിട്ട് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നതാണ് മാഗസിൻ എന്നുള്ളത്. കാത്തിരിപ്പുള്ള, വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന, ഒരുപാട് മുന്നേ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യമായിരുന്നു. പക്ഷേ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം, മറ്റു കുറേ പ്രോബ്ലംസ് കാരണവും തന്നെ അത് ഇത്രയും വൈകേണ്ടി വന്നു. അപ്പോൾ 2025 നമ്മൾ ഒരു മാഗസിൻ, മാഗസിൻ മനസ്വസ്തി എന്നുള്ള പേരിൽ IAGC ഓവർസീസ് കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങുകയാണ്. അത് പ്രകാശനത്തിനുള്ള പ്രവർത്തനങ്ങൾ ശരിക്കും വളരെ പൂർവാധികം ശക്തിയോടെ ആരംഭിച്ചിരിക്കുന്നു. പ്രശസ്ത വ്യക്തികളുടെയും വിദഗ്ധരും രചിച്ച ലേഖനങ്ങൾ ഇതിനോടൊപ്പം നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. മാഗസിനിൽ മറ്റുള്ളവരുടെ കഴിവുകളും പരിജ്ഞാനവും പങ്കുവയ്ക്കാനുള്ള ഒരു മികച്ച വേദിയാകുമെന്നുള്ളൊരു ശുഭപ്രതീക്ഷ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഇനി അതുപോലെ തന്നെ വളരെ പ്രാധാന്യം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് സജീവ അംഗങ്ങൾക്കുള്ള അംഗീകാരം. IAGC ഓവർസീസിൻ്റെ ആരംഭം മുതൽ ഓരോ ഘട്ടത്തിലും സഹകരിച്ച സജീവ അംഗങ്ങളെ ഈ വർഷം പ്രത്യേകമായി ആദരിക്കുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മളോട് കൂടെ എല്ലാ പ്രതിസന്ധികളിലും എല്ലാ പിന്തുണയും പ്രോത്സാഹനവും നൽകി അവരുടെ തിരക്കുകളിൽ നിന്ന് പോലും സമയം കടമെടുത്തുകൊണ്ട് നമ്മളുടെ കൂടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒപ്പം നിന്ന് ശക്തിയേകുകയും അതുപോലെ തന്നെ മുന്നോട്ട് പോകാനുള്ളൊരു പ്രേരണയുമായിട്ട് നിന്ന കുറേ അംഗങ്ങൾ നമ്മുടെ കൂടെ ഇവിടെ ഉള്ളതാണ്. അപ്പം അവർക്ക് പ്രത്യേകം നന്ദി പറയാനും ഈ വേദി നമ്മൾ സ്വീകരിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഈ പുതിയ പ്രവർത്തനങ്ങൾ IAGC ഓവർസീസിൻ്റെ വളർച്ചയ്ക്ക് പുതിയ ദിശ നൽകുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും വീണ്ടും നമ്മുടെ ഈ പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മയാവാനും പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.